കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം ട്രംപറ്റ് മീഡിയ എന്ന് പറയുന്ന ഈ ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ സമയം ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി വീണ്ടും പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഞാനിങ്ങനെ ഇവിടെ വായിക്കട്ടെ. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ്റെ ശുശ്രൂഷവേളയിൽ നടന്ന മറ്റൊരു അത്ഭുതമാണ് ഈ 5-ാം അധ്യായത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഒരു ദിവസം യേശുതമ്പുരാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമങ്ങളിൽ നിന്നും യെരൂശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഉണ്ടായിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെയും ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിലെടുത്തുകൊണ്ട് വന്നു. അവനെ അകത്തു കൊണ്ടുചെന്ന് അവൻ്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. എന്നാൽ പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഊട് നീക്കി അവനെ കിടക്കയുടെ നടുവിൽ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം യേശു കണ്ടു. പ്രിയ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽ നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ ഭാവിയെ അറിയുന്നൊരു ദൈവമുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസത്തെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്നാണ് ഇന്ന് പകൽ എൻ്റെ വചന ശുശ്രൂഷയിലെ പ്രധാനമായിരിക്കുന്ന ഒരു സന്ദേശം. നമ്മെ കാണുന്നൊരു ദൈവം, നമ്മെ ഉള്ളതുപോലെ അറിയുന്നൊരു ദൈവമൊക്കെയാണ് നമ്മുടെ ദൈവമെങ്കിലും നമ്മുടെ വിശ്വാസത്തെയും കാണുന്ന ദൈവം എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെ കാണുന്നത് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദീർഘനാളുകളായി, വർഷങ്ങളായി പക്ഷപാതം പിടിച്ച് തളർന്നു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പല ഇടങ്ങളിലും പോയി, പല വൈദ്യന്മാരെ കാണിച്ചു, പല വാതിലുകളും മുട്ടി, പല മന്ത്രങ്ങളും എല്ലാം ചെയ്തു, പല കാര്യങ്ങളും ചെയ്തു. രക്ഷപ്പെടുവാൻ സാധ്യതയില്ലാതെ ഇനി ഒരിക്കലും ജീവിതത്തിൽ എഴുന്നേൽക്കത്തില്ലെന്ന് വിധി എഴുതി വീടിൻ്റെ ഒരു മൂലയിൽ ഒരു കട്ടിലിൽ കിടക്കുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് ചില ആളുകൾ വരികയാണ്. അവൻ്റെ അടുക്കലേക്ക് ചില ആളുകൾ വന്നു അവനോട് പറയുകയാണ്, നമുക്കൊരിടം വരെ പോവാം, നിന്നെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുപോകുകയാണ്. മറ്റെങ്ങുമല്ല, യേശു ക്രിസ്തുവിൻ്റെ ഒരു യോഗം അടുത്ത ഗ്രാമത്തിൽ നടക്കുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കൽ ചെന്നവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. കുരുടന്മാർ കാണുന്നുണ്ട്, മുടന്തന്മാർ നടക്കുന്നുണ്ട്, ചെകിടന്മാർക്ക് കേൾവി കിട്ടുന്നുണ്ട്. ഇതെല്ലാം അവനോട് വിശദീകരിച്ച് പറഞ്ഞിട്ട് അവനോട് പറയാം, നിന്നെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ യേശു നിന്നെയും എഴുന്നേൽപ്പിക്കുമെന്ന് പറയാനിടയായി. എന്നാൽ അവനതങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നായിരിക്കാം എൻ്റെ ചിന്ത. എങ്കിലും ആ വന്ന ആളുകൾ ഒരുപക്ഷെ അവൻ്റെ സ്നേഹിതരായിരിക്കാം, കളിക്കൂട്ടുകാരായിരിക്കാം, നാട്ടുകാരായിരിക്കാം, ഇവൻ്റെ ഈ ദുരവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് വന്ന ആളുകളായിരിക്കാം. എന്തായാലും അവർ അവനെ കട്ടിലോടെ എടുത്തുകൊണ്ടുപോയി, കിടക്കയോടെ അവരെടുത്തുകൊണ്ടുപോയി യേശു ഇരിക്കുന്ന ആ വീടിൻ്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ അവർ നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച, വലിയ തിരക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. പുരുഷാരം തിങ്ങി നിറഞ്ഞിരിക്കുന്നു. നാട്ടിലെ പ്രമാണിമാരും പരീശന്മാരും ന്യായശാസ്ത്രിമാരെല്ലാം അവിടെയുണ്ട്. സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അങ്ങോട്ടടുക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ അവിടെ ആയിരിക്കുമ്പോൾ അവർ നിരാശപ്പെട്ട് മടങ്ങിപ്പോയി എന്നല്ല നാം അവിടെ കാണുന്നത്. ഇവനെയും കൊണ്ട് വന്നപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു വിശ്വാസമുണ്ടായിരുന്നു. യേശുവിനെ കണ്ടച്ചേ പോകത്തുള്ളൂ എന്നൊരു ദൃഢനിശ്ചയത്തോടെ അവർ തോറ്റു പിന്മാങ്ങാൻ അവരാഗ്രഹിക്കാതെ അവർ മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ വെച്ചുകൊണ്ട് അവർ തീരുമാനത്തിലെത്തി, എങ്ങനെയെങ്കിലും ഇവനെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കണം. അവരതിനു വേണ്ടി ചില കാര്യങ്ങളവിടെ ചെയ്തു.
എന്താണ് അവിടെ ചെയ്തത് നമുക്കറിയാം. ഒരുവൻ കയറി ആ പുരമേൽ കയറി ആ പുരയെടുത്ത് ആ ഭവനത്തിൻ്റെ ഊട് നീക്കി ഒരു കട്ടിലോട് ഒരു മനുഷ്യനെ ഇറക്കി വെക്കുന്ന പരുവത്തിൽ ഓട് നീക്കിയേച്ച് എല്ലാവരും കൂടെ ചേർന്ന് അവനെ ആ കിടക്കയോടെ പുരമുകളിൽ കൊണ്ടുപോയി അവിടെ നിന്ന് കട്ടിലിൽ കിടക്കയോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇറക്കി വെച്ചു. വലിയൊരു പുരുഷാരം ഇതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുക. യേശു തമ്പുരാൻ നിൽക്കുന്ന ഇടത്തേക്ക് അവനെ കട്ടിലോട് ഇറക്കി വെക്കുമ്പോൾ യേശു അവിടെ പറയുന്നത് അവരുടെ വിശ്വാസം യേശു കണ്ടു. വചനം പറയുന്നത് അവരുടെ വിശ്വാസം യേശു കണ്ടു. കൊണ്ടുവന്നവരുടെ പേരോ നാടോ ഏത് വീട്ടിലെയാണെന്നോ ആരുടെ മകനാണെന്നോ ഒന്നും അവിടെ പരാമർശിക്കപ്പെടുന്നില്ല. പക്ഷേ യേശു തമ്പുരാൻ ഈ കൊണ്ടുവന്ന സഹോദരങ്ങളെ കണ്ടു. അവിടെ യേശു അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം വചനം പറയുന്നു അവരുടെ വിശ്വാസത്തെയാണ് യേശു കണ്ടത്. അതുകൊണ്ട് എന്തുണ്ടായി? യേശു തമ്പുരാൻ ആ കിടക്കുന്ന സഹോദരൻ നോക്കിയേച്ച് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു എന്നല്ല പറഞ്ഞത്. തികച്ചും വ്യത്യസ്തമായ നിലയിൽ, ആരും പ്രതീക്ഷിക്കാത്ത നിലയിൽ യേശു തമ്പുരാനോട് സംസാരിക്കുന്നു. മനുഷ്യ, നിൻ്റെ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം അതിനകത്ത് യാഥാർത്ഥ്യമാണ്. ഇവൻ രോഗിയായി തീർന്നതിൻ്റെ പ്രധാന കാരണം ഇവനൊരു കൊടും പാപിയായിരുന്നു. വഷളനായി ജീവിച്ചവനായിരുന്നു. മ്ലേച്ഛ പ്രവൃത്തികൾക്ക് ഏർപ്പെട്ടവനായിരുന്നു. ദുർമാർഗിയായി ജീവിച്ചവനായിരുന്നു. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ അവൻ തകർക്കപ്പെട്ട് പാപത്തിനടിമയായി ജീവിച്ചവൻ തകർക്കപ്പെട്ടവനായി. പക്ഷപാതക്കാരനായി അവൻ കിടക്കയിലേക്ക് അമർന്നു. എന്നാൽ യേശു തമ്പുരാൻ അവനെ നോക്കിച്ച് പറഞ്ഞു, നിൻ്റെ പാപങ്ങളെ മോചിച്ചു വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പാപം ചെയ്താൽ നാം ബന്ധിക്കപ്പെടും, നാം രോഗിയായിത്തീരും, നമ്മുടെ ജീവിതം തകർക്കപ്പെടും. കൊടും പാപത്തിലേർപ്പെട്ടിരിക്കുന്ന അനേകരെ നമ്മൾ ദൈനംദിനം കാണുന്നുണ്ട്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, പാപം ചെയ്താൽ രോഗിയായി മാറും, ബലഹീനരായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതം, കർത്താവ് തന്ന നമ്മുടെ ഈ ജീവിതം പാപപ്രകാരം ജീവിക്കാനല്ല, ലോകത്തിൻ്റെ മുഖങ്ങളിൽ വിരഞ്ഞോടാനല്ല, പാപിയായി മുദ്രകുത്തപ്പെടാനല്ല, നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായി ജീവിക്കാനല്ല. പിന്നെയോ ദിവസം പറഞ്ഞ് 70 വർഷം ഏറെ ആയാലും 80 വർഷം അത് വേഗം തീർന്നു പോകുന്നതാണ്. ആ ചുരുങ്ങിയ കാലയളവുകൾ പാപത്തിൽ ഏർപ്പെടാതെ, ലോകത്തിൻ്റെ മോഹങ്ങളിൽ വിരഞ്ഞോടാതെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിക്കാതെ, ദേശത്തിന് അനുഗ്രഹമായി, കുടുംബത്തിന് സന്തോഷകരമായ, മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകാപരമായ സാക്ഷ്യമുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരുവാനാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെ കാണുന്നൊരു സ്വർഗമുണ്ട്. നമുക്ക് പണമില്ല, നമുക്ക് പദവിയില്ല, സ്ഥാനമാനങ്ങളില്ല, പക്ഷേ നമുക്കൊരു വിശ്വാസമുണ്ടാകണം. യേശു എന്നെ സൗഖ്യമാക്കും. യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ വിടുതലുണ്ട്. യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. പ്രിയ സുഹൃത്തുക്കളെ, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്നെങ്കിൽ നിശ്ചയമായും താങ്കളുടെ പാപത്തെ ക്ഷമിക്കുവാൻ, താങ്കളുടെ രോഗത്തിൻ്റെ ബന്ധനത്തെ അഴിക്കുവാൻ, താങ്കളുടെ ജീവിതത്തിലെ തകർന്നിരിക്കുന്ന അരാജകത്വം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്നും താങ്കളെ മോചിപ്പിക്കുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവാണ് യേശുക്രിസ്തു. ഒരു നല്ല ദൈവമാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ പാത പിൻപറ്റിക്കൊണ്ട് ഒരു നല്ല ക്രൈസ്തവ ജീവിതം നയിച്ച് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ അതിനുവേണ്ടി ദൈവമായ കർത്താവ് നമ്മെ ഒരു സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ ഞാൻ വിരാമം കുറിക്കുന്നു. സർവേശ്വരനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.